ഇന്ന് നമ്മൾ തേർഡ് മോഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യുവാണ്. തേർഡ് മോഡ്യൂൾ എന്ന് പറയുന്നത് നോർമൽ ആൻഡ് അബ്നോർമൽ സ്വിച്ചിങ് ട്രാൻസിയൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് നോർമൽ സ്വിച്ചിങ് ട്രാൻസിയൻറ്റ് എന്താണെന്ന് നോക്കാം. നോർമൽ സ്വിച്ചിങ് ട്രാൻസിയൻറ്റ് എന്താണെന്ന് വെച്ചാൽ when a switch opens in a single phase circuit, it is theoretically possible for a transient recovery voltage to reach twice the peak magnitude of the system voltage. അതായത് ഇത് സംഭവം എന്ന് വെച്ചാൽ നോർമലി ഒരു സർക്യൂട്ടിൽ ഉണ്ടാകുന്ന ട്രാൻസിയൻറ്റ്, അതാണ് നോർമൽ സ്വിച്ചിങ് ട്രാൻസിയൻറ്റ്. അതായത് സ്വിച്ച് ഒരു സിംഗിൾ ഫേസ് സർക്യൂട്ടിൻ്റെ സ്വിച്ച് ഓപ്പൺ ചെയ്യുമ്പോൾ തിയററ്റിക്കലി എങ്ങനെയായിരിക്കും ഒരു ട്രാൻസിയൻറ്റ് ഉണ്ടാകുന്നത്? ട്രാൻസിയൻറ്റ് റിക്കവറി വോൾട്ടേജ് എന്ന് പറയുന്നത് സിസ്റ്റം വോൾട്ടേജിൻ്റെ ചോയ്സ് ആയിരിക്കും. അതായത് പീക്ക് വാല്യൂവിൻ്റെ ചോയ്സ് ആയിരിക്കും എന്ത് ട്രാൻസിയൻ്റ് ആയിട്ടുണ്ടാകുന്ന റിക്കവറി വോൾട്ടേജ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഓൾസോ ഒബ്സർവ് ദാറ്റ് ദ ഡിസ്ചാർജ് കപ്പാസിറ്റർ ക്യാൻ അറ്റൈൻ എ സിമിലർ വോൾട്ടേജ് ഇഫ് എനർജൈസ്ഡ് അറ്റ് ദ പീക്ക് ഓഫ് ദി സിസ്റ്റം വോൾട്ടേജ് സൈക്കിൾ. അപ്പം കപ്പാസിറ്റർ ഡിസ്ചാർജും എത്ര ആയിരിക്കും? ഈ സെയിം പീക്ക് വോൾട്ടേജ്, സിസ്റ്റം വോൾട്ടേജിൻ്റെ സെയിം പീക്ക് വോൾട്ടേജ് തന്നെ ആയിരിക്കും കപ്പാസിറ്റർ വോൾട്ടേജും അറ്റൈൻ ചെയ്യുന്നത്. ഇതാണ് ഒരു നോർമൽ സ്വിച്ചിങ്. നോർമലി ഒരു സർക്യൂട്ടിൽ സ്വിച്ചിങ് സംഭവിക്കുമ്പോൾ നടക്കുന്ന കാര്യമാണ് ഈ നോർമൽ സ്വിച്ചിങ് ട്രാൻസിയൻ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് അബ്നോർമൽ സ്വിച്ചിങ് ട്രാൻസിയൻറ്റ്. അബ്നോർമൽ സ്വിച്ചിങ് ട്രാൻസിയൻറ്റ് എന്ന് പറഞ്ഞാൽ there are several possible ways in which abnormal disturbances can occur in a system. They all involve the trapping of energy somewhere in the circuit and its subsequent release. This could be due to the charge on a capacitor or a current in an inductor. അപ്പം ഇതെന്ന് പറയുന്നത് നമ്മുടെ സർക്യൂട്ടിൽ എവിടെയെങ്കിലും, അതായത് സർക്യൂട്ട് ഓപ്പറേറ്റിംഗ് കണ്ടീഷനിൽ എവിടെയെങ്കിലും, അതായത് കപ്പാസിറ്ററിലോ അല്ലെങ്കിൽ ഇൻഡക്ടറിലോ ഒക്കെ ചാർജ് സ്റ്റോർ ചെയ്ത് വെച്ചിരുന്നിട്ട് ഒരു സമയത്ത് എന്ത് ചെയ്യും? ഈ ട്രാപ്പ് ചെയ്ത് വെച്ചേക്കുന്ന എനർജി എന്ത് ചെയ്യും? ഡിസ്ചാർജ് ചെയ്യും. അങ്ങനെ സബ്സിക്വൻ്റ് ആയിട്ട് ഡിസ്ചാർജ് ചെയ്യുമ്പോൾ അവിടെ സർക്യൂട്ടിൽ എന്താണ്? ഒരു ട്രാൻസിയൻറ്റ് കണ്ടീഷൻ അല്ലെങ്കിൽ ഒരു അബ്നോർമൽ ഡിസ്റ്റർബൻസ് ഉണ്ടാകും. അതിനാണ് അബ്നോർമൽ സ്വിച്ചിങ് ട്രാൻസിയൻറ്റ് എന്ന് പറയുന്നത്. ഇത് എങ്ങനെയൊക്കെ ഉണ്ടാകും? ഒന്നെങ്കിൽ കപ്പാസിറ്ററിൻ്റെ അകത്തുള്ള ചാർജ്, കപ്പാസിറ്ററിൽ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്ന ചാർജ്, അല്ലെങ്കിൽ ഇൻഡക്ടറിലുള്ള കറണ്ട്, അതൊക്കെ കാരണം നമുക്ക് ഈ അബ്നോർമലായിട്ട് ഉള്ള ഡിസ്റ്റർബൻസസ് ഉണ്ടാകും. ഇനി അടുത്ത് നമ്മൾ പഠിക്കേണ്ടത് കറണ്ട് സെപ്പറേഷൻ ഓർ കറണ്ട് ചോപ്പിംഗ്. കറണ്ട് സെപ്പറേഷൻ, കറണ്ട് ചോപ്പിംഗ് എന്ന് പറയുമ്പോൾ ദ കറണ്ട് ക്യാരിഡ് ബൈ എ പവർ സിസ്റ്റം ഡസ് നോട്ട് നോർമലി സീസ് വെൻ ഇറ്റ്സ് കോണ്ടാക്ട് സെപ്പറേറ്റ്. അപ്പോൾ അതായെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നമ്മുടെ ഒരു സർക്യൂട്ടിൻ്റെ അതിൻ്റെ കോണ്ടാക്ട്സ് സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാലും ചിലപ്പോൾ കറണ്ട് 0 ആവണം എന്നില്ല. കറണ്ട് എന്ത് ചെയ്യും? rather the current contributes to flow through an arc until it reaches its periodic zero. ആ കറണ്ടിൻ്റെ പീരിയോഡിക് 0 വാല്യൂ എത്തുന്നത് വരെ എന്ത് സംഭവിക്കും? കറണ്ട് ഒരു ആർക്ക് വഴി എന്തായാലും കണ്ടിന്യൂസ് ആയിട്ട് ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, സംടൈംസ് ദ ഓവർസെലസ് ആക്ഷൻ ഓഫ് ദ ആർക്ക് സെപ്പറേഷൻ ഡിവൈസസ് ഇൻ സർക്യൂട്ട് ബ്രേക്കർ ബ്രിങ് ദ കറണ്ട് ടു 0 പ്രിമച്വർലി ഹെഡ് ഓഫ് ദ നോർമൽ 0. അപ്പോൾ സാധാരണ എന്താണ് സംഭവിക്കുന്നത്? കറണ്ട് നമ്മുടെ കോണ്ടാക്ട്സ്, സർക്യൂട്ടിൻ്റെ കോണ്ടാക്ട്സ് സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാലും കറണ്ട് എന്ത് ചെയ്യും? ഒരു ആർക്ക് വഴി കണ്ടിന്യൂസ് ആയിട്ട് ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതിൻ്റെ നോർമൽ, അതിൻ്റെ പീരീഡ് 0 ആവുന്നത് വരെ, നോർമലി അത് 0 എത്തുന്ന ടൈം വരെ എന്ത് ചെയ്യും? അത് ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യും? കറണ്ട് സെപ്പറേഷൻ ഡിവൈസസ്, അതായത് കറണ്ട് 0 ആക്കുന്ന ഡിവൈസസ് വെച്ചിട്ട് എന്ത് ചെയ്യും? ഈ നോർമലി 0 ആവുന്നതിന് മുന്നേ തന്നെ അതിനെ എന്ത് ചെയ്യും? സപ്രസ് ചെയ്ത് അതിനെ 0 ആക്കും. ഓക്കെ, അതാണ് കറണ്ട് ചോപ്പിംഗ് അല്ലെങ്കിൽ കറണ്ട് സപ്രഷൻ എന്ന് പറയുന്നത്. എന്തെങ്കിലും ഒരു ഡിവൈസസ്, ഒരു എന്താണ് സർക്യൂട്ട് ബ്രേക്കറോ അങ്ങനെ എന്തെങ്കിലും ഒരു ഡിവൈസസ് വെച്ചിട്ട് നോർമലി അല്ലാണ്ട് തന്നെ നമ്മൾ ഫോഴ്സ്ഡ് കറണ്ടിനെ 0 ആക്കുന്നു. അതിനെയാണ് കറണ്ട് ചോപ്പിംഗ് അല്ലെങ്കിൽ കറണ്ട് സപ്രഷൻ എന്ന് പറയുന്നത്. It can give rise to an abnormal voltage as the consequence of the release of trapped magnetic energy associated with the current. അപ്പോൾ ഇതിനകത്തെന്ന് പറയുന്നത് എന്ത് സംഭവിക്കും? ഒരു അബ്നോർമൽ ആയിട്ടുള്ള വോൾട്ടേജ് ഉണ്ടാകും. എന്ന് വെച്ചാൽ ഈ മാഗ്നറ്റിക് എനർജി, ട്രാപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന മാഗ്നറ്റിക് എനർജി എന്ത് ചെയ്യും? ഈ കറണ്ട് കാരണം മാഗ്നറ്റിക് എനർജി എന്ത് ചെയ്യും? റിലീസ് ചെയ്യും. അപ്പോഴത്തേക്കും അവിടെ ഒരു അബ്നോർമൽ ആയിട്ടുള്ളൊരു വോൾട്ടേജ് ഉണ്ട്. ഇപ്പോൾ ഇതാണ് നമ്മുടെ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് എന്താണ്? അൺലോഡഡ് ട്രാൻസ്ഫോമർ, സെക്കൻഡ് ഫിഗർ ആൻഡ് ഇക്വലൻറ്റ് സർക്യൂട്ട്, തേർഡ് ഫിഗറിലാണ് ഇത് കറണ്ട് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിനകത്ത് നമുക്ക് കാണാൻ പറ്റും ചോപ്പിംഗ് നടന്ന ആ സംഭവമാണ്. അവിടെ തൊട്ട് കറണ്ട് 0. ഇതാണ് കറണ്ടിൻ്റെ വേവ് ഫോം എന്ന് പറയുന്നത്. ലെറ്റ് us suppose the chop occurs instantaneously, current is I0. അതായത് കറണ്ട് I0 എന്ന് പറയുന്ന ഒരു കറണ്ട് ആയിരുന്ന സമയത്താണ് ചോപ്പിംഗ് നടന്നത് എന്ന് വിചാരിക്കാം. This is flowing in the transformer winding and is associated with certain amount of magnetic energy. ഓക്കെ, അപ്പോൾ ഇത് ഒരു ട്രാൻസ്ഫോമർ വൈൻഡിങ്ങിൽ കൂടെയാണ് ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? ഒരു സർട്ടൺ എമൗണ്ട് മാഗ്നറ്റിക് എനർജി അതുമായിട്ട് അസോസിയേറ്റ് ചെയ്തുണ്ടാവും. ആ എനർജി, മാഗ്നറ്റിക് എനർജിയാണ് എന്താണ്? നമുക്കറിയാം ഹാഫ് LI² എന്ന് ഹാഫ് LmI0². അതായത് കറണ്ട് അറ്റ് ദാറ്റ് ടൈം എന്ന് പറയുന്നത് I0 ആണ്. പിന്നീട് മാഗ്നറ്റിക് എനർജി കൊണ്ട് ഇൻഡക്റ്റൻസ് എന്ത് വന്ന്? Lm വന്ന്.
The current cannot cease suddenly in such an inductive circuit that it has not complete path through the switch. അപ്പോൾ എന്ത് ചെയ്യും, കറണ്ട് ഇൻഡക്റ്റീവ് സർക്യൂട്ട് ആണെങ്കിൽ കറണ്ട് എന്ത് ചെയ്യും, പെട്ടെന്ന് സീറോ ആക്കാൻ പറ്റില്ല. അപ്പോൾ അതെന്ത് ചെയ്യും, ഇറ്റ് ഈസ് ദെയർഫോർ ഡൈവേർട്ടഡ് ഇൻ ടു ദ സിസ്റ്റം കപ്പാസിറ്റൻസ് ഓൺ ദ ട്രാൻസ്ഫോമർ സൈഡ്. അപ്പോൾ ഈ ഇൻഡക്റ്റൻസിലുള്ള ചാർജ് എന്ത് ചെയ്യും, കപ്പാസിറ്ററിലോട്ട് ഡൈവേർട്ട് ചെയ്ത് കൊടുക്കും. Therefore, the energy from the magnetic field is transferred to the electric field of the capacitance. അപ്പോൾ ഈ മാഗ്നറ്റിക് ഫീൽഡിലുള്ള എനർജി എന്ത് ചെയ്യും, ഇലക്ട്രിക് ഫീൽഡ് അതായത് കപ്പാസിറ്റൻസിലോട്ട് എന്ത് ചെയ്യും, ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതെന്ത് വരും, ഹാഫ് CV² എന്ന് വരും. അതായത് ഫസ്റ്റ് മാഗ്നറ്റിക് എനർജി ആയിരുന്നു, മാഗ്നറ്റിക് ഫീൽഡിലുണ്ടായിരുന്ന എനർജി, അത് ഇൻഡക്റ്റൻസ് വെച്ചിട്ടായിരുന്നു ഹാഫ് LI² ആണ്. ആ സെയിം എനർജി എന്ത് ചെയ്യും, കറണ്ട് സീറോ ആവുന്ന ടൈമിൽ കപ്പാസിറ്റേഴ്സിലോട്ട് ആ ട്രാപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന എനർജി കപ്പാസിറ്ററിലോട്ട് ട്രാൻസ്ഫർ ചെയ്തിരിക്കുക. അപ്പോൾ അതെന്താണ്, ഹാഫ് CV². അപ്പോൾ ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും. അത് ഇവിടെ ചാർജ് ചെയ്ത് വെച്ച് ഇവിടെ ട്രാപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന എന്ത് ചെയ്യും, മറ്റേടത്തോട്ട് കപ്പാസിറ്ററിലോട്ട് ഡൈവേർട്ട് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഹാഫ് CV² ഈസ് ഈക്വൽ ടു ഹാഫ് LmI0² ആയിരിക്കും. അതിൽ നമുക്ക് വിയുടെ ഇക്വേഷൻ എന്ത് കിട്ടും, V ഈസ് ഈക്വൽ ടു I0√LmC. ഇതാണ് നമ്മുടെ കറണ്ട് സപ്രഷൻ അല്ലെങ്കിൽ കറണ്ട് ചോപ്പിങ്ങിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ വോൾട്ടേജ് ആ ടൈമിലുണ്ടാകുന്ന വോൾട്ടേജ് ആണ്. ഇത് അബ്നോർമലി ഒരു വോൾട്ടേജ് ഉണ്ടാകുന്നില്ല, ആ വോൾട്ടേജിൻ്റെ ഇക്വേഷനാണ് V ഈസ് ഈക്വൽ ടു I0√LmC. ഇനി നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ കപ്പാസിറ്റൻസ് സ്വിച്ചിങ്. കപ്പാസിറ്റൻസ് സ്വിച്ചിങ് എന്ന് വെച്ചാൽ എന്താണ്, ദ ഡിസ്കണക്റ്റിംഗ് ഓഫ് കപ്പാസിറ്റർ ബാങ്ക്സ് ആൻഡ് ദ ഡ്രോപ്പിംഗ് ഓഫ് ദ അൺലോഡഡ് ഓവർ ഹെഡ് ലൈൻസ് ഓർ കേബിൾസ് വിച്ച് ആർ എസെൻഷ്യലി സിമിലർ. അതായത് കപ്പാസിറ്റർ ബാങ്ക്സ് നമ്മൾ ഡിസ്കണക്ട് ചെയ്യുന്നു, ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും, ദ ഡ്രോപ്പിംഗ് ഓഫ് അൺലോഡഡ് ഓവർ ഹെഡ് ലൈൻസ് ഓർ കേബിൾസ്. അത് രണ്ടും ഏകദേശം സിമിലർ ആയിരിക്കും. അൺലോഡഡ് ആയിട്ടുള്ള ഓവർ ഹെഡ് ലൈൻസിൻ്റെ ഡ്രോപ്പിങ്ങും ഒരു കപ്പാസിറ്റർ ബാങ്ക് ഡിസ്കണക്ട് ചെയ്യുന്നതും. അപ്പം ദ ഓപ്പറേഷൻ ഓഫ് ദീസ് കൈൻഡ് ക്യാൻ പ്രസൻറ്റ് സം പൊട്ടൻഷ്യലി ഡേഞ്ചറസ് കണ്ടീഷൻ. ഇതെന്താണ്, പൊട്ടൻഷ്യലി ഡേഞ്ചറസ് കണ്ടീഷനിലെത്തും. അപ്പോൾ ഈ ഫിഗർ എന്ന് വെച്ചാൽ ഫസ്റ്റ് ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് നമ്മളെന്താണ്, സിസ്റ്റം വോൾട്ടേജും അതുപോലെ സിസ്റ്റം കറണ്ടുമാണ് കാണിച്ചിരിക്കുന്നത്. സെക്കൻഡ്ലി ഗ്രാഫ് എന്താണ്, കപ്പാസിറ്റർ വോൾട്ടേജ് ആണ്. ദെൻ തേർഡ് എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് അക്രോസ് ദ സ്വിച്ച്. ഇൻ ദീസ് സർക്യൂട്ട് ദ റിലേറ്റീവ് ഫേസ് ഓഫ് ദ വോൾട്ടേജ് ആൻഡ് കറണ്ട്, ദാറ്റ് ഈസ് ദ കറണ്ട് ലീഡ്സ് ദ വോൾട്ടേജ് ബൈ അപ്രോക്സിമേറ്റ്ലി 90 ഡിഗ്രി. അപ്പം ഈ സർക്യൂട്ടിലാണെങ്കിൽ കറണ്ട് എന്താണ്, വോൾട്ടേജിനെ ലീഡ് ചെയ്യുകയാണ് 90 ഡിഗ്രി. അതായത് നമുക്ക് ഫസ്റ്റ് ഫിഗർ കാണിക്കാം, സിസ്റ്റം വോൾട്ടേജ് ആൻഡ് കറണ്ടിൻ്റെ ഫസ്റ്റ് ഗ്രാഫിൽ നോക്കിയാൽ മനസ്സിലാവും നമ്മുടെ കറണ്ട് എന്ന് പറയുന്ന വോൾട്ടേജിനെ 90 ഡിഗ്രി ലീഡ് ചെയ്തേക്കുവാണ്. ഓക്കെ, ദെൻ the capacitor is fully charged to the maximum voltage where the switch interrupts. അപ്പം സ്വിച്ച് ഇൻറ്ററപ്റ്റ് ചെയ്യുന്ന സമയത്ത്, അതായത് സ്വിച്ച് ഓഫ് ആവുന്ന സമയത്ത് എന്താണ്, കപ്പാസിറ്റർ എന്ന് പറയുന്നത് ഫുള്ളി ചാർജ്, അതായത് കപ്പാസിറ്റർ മാക്സിമം വോൾട്ടേജിലാണെന്ന് വയ്ക്കുക. The capacitance is now isolated from the source and retains its charge. അപ്പോൾ കപ്പാസിറ്റർ എന്ത് ചെയ്തിട്ട് ഇപ്പോൾ സോഴ്സിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്യുന്നു. As a consequence is this trapping of the charge at a half cycle after current zero, the voltage across the switch reaches a peak value of 2 voltage. അപ്പോൾ ഈ ട്രാപ്പ് ചെയ്തേക്കുന്ന ചാർജും കപ്പാസിറ്റർ വോൾട്ടേജ് എല്ലാം കൂടെ ആയപ്പോൾ എന്ത് സംഭവിച്ചു, വോൾട്ടേജ് എന്ന് പറയുന്നത് എന്ത് 2V ആയി, അതായത് ഡബിൾ ആയി, ട്വൈസ് ആയി. സാധാരണ സിസ്റ്റം വോൾട്ടേജിൻ്റെ ട്വൈസ് ആയി. ഓക്കെ, അതെപ്പോഴാണ്, കറണ്ട് സീറോയ്ക്ക് ശേഷം എന്തായി, അത് ട്വൈസ് ആയി, 2 വോൾട്ട് ആയി. ദീസ് ലീഡിങ് കറണ്ട് ദാറ്റ് ഫ്ലോയിങ് ത്രൂ ദി ഇൻഡക്റ്റൻസ് ഓഫ് ദി സിസ്റ്റം കാസസ് ദ capacitor voltage to be somewhat higher than the over circuit system voltage and have negative regulation of first Faraday effect. അപ്പോൾ ഇങ്ങനെ ഉണ്ടാവുന്ന ഈ നമ്മുടെ വോൾട്ടേജിനേക്കാളും അതായത് സോഴ്സ് വോൾട്ടേജിനേക്കാളും ഒരു ഹയർ വോൾട്ടേജ് എന്ത് സംഭവിച്ചു അവിടെ ഉണ്ടായി, അതിനെയാണ് ഫെറാഡേ എഫക്റ്റ് എന്ന്. ഈ ഫെറാഡേ എഫക്റ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സെൻഡിങ് ആൻഡ് വോൾട്ടേജ്, ഇപ്പോൾ ഒരു ഓവർ ഹെഡ് ലൈൻസിൻ്റെ അങ്ങനെ എന്തിൻ്റെങ്കിലും കേസ് എടുത്താൽ നമ്മൾ സെൻഡിങ് ആൻഡ് വോൾട്ടേജിനേക്കാളും കൂടുതലാണ് റിസീവിങ് ആൻഡ് വോൾട്ടേജ് എങ്കിൽ അതിനെയാണ് ഫെറാഡേ എഫക്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ സെൻഡ് ചെയ്യുന്ന വോൾട്ടേജിനേക്കാളും കൂടുതൽ റിസീവ് ചെയ്യുന്ന സ്ഥലത്ത് കിട്ടി എങ്കിൽ അതിനെ ഫെറാഡേ എഫക്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ സംഭവിച്ചത് അതാണ്, നമ്മൾ സിസ്റ്റം വോൾട്ടേജ് എന്ന് പറയുന്നത് VA ഉള്ളായിരുന്നു, പക്ഷേ നമുക്ക് ലാസ്റ്റ് അക്രോസ് ദ സ്വിച്ച് എന്ത് സംഭവിച്ചു, കപ്പാസിറ്ററിലുണ്ടായിരുന്ന ട്രാപ്ഡ് വോൾട്ടേജും കൂടെ ആയപ്പോൾ എന്ത് സംഭവിച്ചു, 2 വോൾട്ട് ആയി, അതായത് ട്വൈസ് ദ സിസ്റ്റം വോൾട്ടേജ് ആയി. ഓക്കെ, അതൊരു ഡേഞ്ചറസ് വാല്യൂവിലെത്തി. അതാണ് എന്ത്, കപ്പാസിറ്റൻസ് സ്വിച്ചിങ് എന്ന് പറയുന്നത്. ഇപ്പോൾ കപ്പാസിറ്റൻസിൻ്റെ ഒരു ചാർജും കൂടെ അതിനകത്തോട്ട് വന്നു. കപ്പാസിറ്റൻസ് സ്വിച്ച് ചെയ്തപ്പോൾ ആ ട്രാപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ചാർജും കൂടെ റിലീസ് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു, നമ്മുടെ ഉണ്ടായിരുന്ന സിസ്റ്റം വോൾട്ടേജും ഇതും കൂടെ ആയപ്പോൾ ഡബിളായി. ഓക്കെ, അതാണ് കപ്പാസിറ്റൻസ് സ്വിച്ചിങ്.
നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്ന ടോപ്പിക്കാണ് ആർക്കിംഗ് വോൾട്ടേജ്, ആർക്കിംഗ് ഗ്രൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഫിഗർ എന്ന് പറയുന്ന ഒരു 3 phase സിസ്റ്റമാണ്. ഇറ്റ് ഈസ് എ ഫിനോമിനൻ വിച്ച് ഈസ് ഒബ്സർവ്ഡ് ഇൻ അൺഗ്രൗണ്ടഡ് 3 phase സിസ്റ്റം. അപ്പോൾ ഈ ആർക്കിംഗ് ഗ്രൗണ്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? അൺഗ്രൗണ്ടഡ് ആയിട്ടുള്ള ഒരു 3 phase സിസ്റ്റത്തിൽ ഉണ്ടാകുന്ന ഒരു സംഭവമാണ് ഈ ആർക്കിംഗ് ഗ്രൗണ്ട് എന്ന് പറയുന്നത്. In an ungrounded 3 phase system operating in a healthy balanced condition, capacitance is formed between the conductor and the ground. The voltage across the capacitor is the phase voltage. Okay, അപ്പോൾ കപ്പാസിറ്ററിന് അക്രോസ് ഉള്ള വോൾട്ടേജ് എന്താണ്? ഫേസ് വോൾട്ടേജ് ആയിരിക്കും. കപ്പാസിറ്റൻസ് എങ്ങനെയാണ്? അതൊരു ബാലൻസ്ഡ് കണ്ടീഷനാണ്. കപ്പാസിറ്റൻസ് ഇതിന് കണ്ടക്ടറിനും ഗ്രൗണ്ടിനും ഇടയ്ക്ക് ബിറ്റ്വീൻ ആയിട്ടായിരിക്കും കപ്പാസിറ്റർ. ഓക്കെ, കണ്ടക്ടറിനും ഗ്രൗണ്ടിനും ഇടയിലായിട്ടായിരിക്കും കപ്പാസിറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ അതെന്ന് പറയുന്നത് എന്താണ്? ഒരു ഫേസ് കപ്പാസിറ്റർ വോൾട്ടേജ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഫേസ് വോൾട്ടേജ് തന്നെ ആയിരിക്കും. ഫേസ് വോൾട്ടേജ് എന്താണ്? ആ ഫേസിലും ഗ്രൗണ്ടിൻ്റെ ഇടയ്ക്കുള്ള വോൾട്ടേജാണ് ഫേസ് വോൾട്ടേജ്. അപ്പോൾ കപ്പാസിറ്റർ അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് ഫേസ് വോൾട്ടേജ് തന്നെ ആയിരിക്കും. In the event of a ground fault, the voltage across the faulty conductor becomes 0. അപ്പോൾ ഒരു ഗ്രൗണ്ട് ഫോൾട്ട് ഉണ്ടാകുന്ന സമയത്ത് ആ ഫോൾട്ടി കണ്ടക്ടറിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് എന്ത് വരും? 0 വരും. Then the arc is cast between the faulty conductor and the ground that get extinguished and restarts many times. അപ്പോൾ എന്ത് സംഭവിക്കും? അതിന് അക്രോസ് ആയിട്ടുള്ള ഒരു ഫോൾട്ടി കണ്ടക്ടറിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് 0 ആവും. പക്ഷെ അവിടെ എന്ത് ചെയ്യും? ആ ഫോൾട്ടി കണ്ടക്ടറിനും ഗ്രൗണ്ടിനും ഇടയിൽ എന്ത് ചെയ്യും? ഒരു ആർക്ക് ക്രിയേറ്റ് ചെയ്യും. ഒരു ആർക്ക് എക്സ്റ്റിങ്യൂഷ് ചെയ്യുകയും റീസ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യും. ഓക്കെ, അതിങ്ങനെ ഫ്രീക്വൻ്റ് ആയിട്ട് നടക്കും. ദീസ് റിപ്പീറ്റഡ് ഇനിഷ്യേഷൻ ആൻഡ് എക്സ്റ്റൻഷൻ ഓഫ് ദ ആർക്ക് അക്രോസ് ദ ഫോൾട്ട് പ്രൊഡ്യൂസസ് സിവിയർ വോൾട്ടേജ് ഓസിലേഷൻ. ഇങ്ങനെ ഒരു ആർക്ക് ഉണ്ടാവുകയും അത് എക്സ്റ്റിങ്ക്റ്റ് ചെയ്യും, വീണ്ടും ഇനിഷ്യേറ്റ് ചെയ്യും, എക്സ്റ്റിങ്ക്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഒരു സിവിയർ ആയിട്ടുള്ള വോൾട്ടേജ് ഓസിലേഷൻ അവിടെ ഉണ്ടാവും. And thus the voltage across the healthy conductor is increased by a factor of 1.732 times. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള കണ്ടക്ടർ, ഇപ്പോൾ ഒരു കണ്ടക്ടറിലാണ് എന്ത് സംഭവിച്ചത്? ഫോൾട്ട് സംഭവിച്ചത്. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള കണ്ടക്ടറിൻ്റെ വോൾട്ടേജ് എന്ത് സംഭവിക്കും? 1.732 ടൈംസ് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. നോമിനൽ വാല്യൂവിൻ്റെ 1.732 ടൈംസ് അത് ഇൻക്രീസ് ചെയ്യും. Thus the repeated arcing across the fault due to the capacitance between the conductor and the ground is known as arcing ground. ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന എന്താണ്? ഫോൾട്ട്, അതായത് ഈ എക്സ്റ്റൻഷനും ഇനിഷ്യേഷനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആർക്കിംഗ് ഗ്രൗണ്ട് എന്ന് പറയുന്നത്. ആ കണ്ടക്ടറിനും ഗ്രൗണ്ടിനും ഇടയിലായിട്ടൊരു ഫോൾട്ട് ഉണ്ടാവുകയും അവിടെ ആർക്ക് ഉണ്ടാവുകയും ചെയ്യുമ്പോൾ അതിനെയാണ് ആർക്കിംഗ് ഗ്രൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെങ്ങനെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും? നമുക്കൊരു പീറ്റേഴ്സൺ കോയിലോ അല്ലെങ്കിൽ ഒരു ആർക്ക് സപ്രഷൻ കോയിലോ ഉപയോഗിച്ച് നമുക്ക് ഇതിനെ എന്ത് ചെയ്യാൻ പറ്റും? എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് ആർക്കിംഗ് ഗ്രൗണ്ട് എന്ന് പറയുന്നത്. ഇത്രയാണ് നമ്മുടെ ഒരു ഫസ്റ്റ് ഇൻട്രൊഡക്ടറി പോർഷൻ എന്ന് പറയുന്നത്. ഓക്കെ.